ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാട്ടോ. ഇതാണ് ആ ഫ്രണ്ട്. ഞാൻ പേര് പോലും ഇട്ടാത്ത ഫ്രണ്ട്. പക്ഷെ ഭയങ്കര സ്നേഹമാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹപ്രകടനം. അതായത് നമ്മൾ മനുഷ്യന്മാരെക്കാളും കൂടുതൽ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ളവരോട് കാണിക്കണ ആ ഒരു ഇതില്ലേ, സഹായം, അതവർ ഇന്നും എത്ര കൊല്ലം കഴിഞ്ഞാലും മറക്കില്ല എന്ന് പറയണത് സത്യമാണ്. എനിക്ക് അനുഭവമുള്ള കേട്ടോ. മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സഹായം കിട്ടണ സമയത്തുള്ള ആ ഒരു സമയം മാത്രം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും, അയ്യോ വലിയ ഉപകാരമായിട്ടോ എന്നൊക്കെ പറയും. ആര് ചെയ്യാൻ എങ്ങനെയൊക്കെ എന്നൊക്കെ പറയും. ആരും ചെയ്യാത്ത സഹായങ്ങൾ പോലും നമ്മൾ ചെയ്തു കൊടുത്താലും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നടന്നു കഴിഞ്ഞാൽ അപ്പം മനുഷ്യന്മാർ മറക്കും. അങ്ങനെ പക്ഷെ നമ്മളൊരു നേരം ഭക്ഷണം കൊടുക്കുകയോ എന്തെങ്കിലും അപകട സമയത്ത് അവരെ രക്ഷിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്നേഹപ്രകടനം ഭയങ്കര. അവരതെങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ നമ്മളെ തിരിച്ചറിയണേ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു അപകടത്തിൽ നിന്ന് ഞാൻ ഈ പട്ടിക്കുട്ടീനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പട്ടികൾ കൂടി കടിക്കാൻ വന്നപ്പോൾ ഞാൻ ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്നേഹപ്രകടനം എവിടെ വെച്ച് കണ്ടാലും, ഞാൻ മാസ്ക് ഇട്ടിട്ടായാലും ഹെൽമെറ്റ് വെച്ചിട്ടായാലും ചിലപ്പോൾ മനുഷ്യന്മാർക്ക് നമ്മളെ മനസ്സിലാവില്ല, അവർ നമ്മളെ വേഗം ക്യാച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളെ കാണുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കാം. പരമാവധി ഉപദ്രവിക്കാതിരിക്കുക. കുറേ പേര് അക്രമം ചെയ്യണവരുണ്ട്, പക്ഷെ അതെന്താ ഏതാണെന്നൊന്നും അറിയില്ല. എനിക്കിതുവരെ ഉപദ്രവങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നെ എന്താ പറയുക, അങ്ങനെ പൂച്ചയായാലും പട്ടിയായാലും അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും ചെറിയ മാന്തലൊക്കെ കിട്ടിയിട്ടുണ്ട് പൂച്ചയുടെ കയ്യിൽ നിന്ന്. പക്ഷെ അങ്ങനെ വലിയ കാര്യം, ഞാൻ അതിന് ഇഞ്ചക്ഷൻ എടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിൻ്റെ സ്നേഹം ഭയങ്കര, അവർക്ക് അതിൻ്റെ നന്ദി ഭയങ്കരമാണ്. അതിന് വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു പട്ടിക്കുട്ടി. ഇതിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ഞാൻ എന്നെ രക്ഷിച്ചത്. മനുഷ്യന്മാരെക്കാളും എപ്പോഴും ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളെ നമ്മൾ സഹായിക്കുന്നതാണ്.